നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ്. കൊച്ചിയിൽ അഗ്നിബാധ. കൊച്ചി ഒബ്രോൺ മോളിൽ തീപിടുത്തം. മൾട്ടിപ്ലക്സ് സമുച്ചയത്തിലെ 4ാം നിലയിലുണ്ടായ അഗ്നിബാധ നിയന്ത്രണ വിധേയമെന്ന് ഫയർഫോഴ്സ്. സംഭവത്തിൽ ആളപായമില്ലെന്നും അപകട കാരണം വ്യക്തമല്ലെന്നും വിശദീകരണം. അതേസമയം കൊച്ചി നഗരത്തിലെ മറ്റ് മോളുകളിൽ സുരക്ഷാ പരിശോധന നടത്തുമെന്ന് മേയർ സൗമിനി ജെയിൻ. ശരിയായ തീയണക്കൽ സംവിധാനം ഇല്ലാത്ത മാളുകൾക്ക് അനുമതി നൽകില്ലെന്നും പ്രതികരണം. ദൃശ്യങ്ങളിൽ പരിശോധന. പയ്യന്നൂർ കൊലപാതകത്തിൽ CPM-നെതിരെ കുമ്മനം പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ അന്വേഷണം. കൊല നടത്തിയ ശേഷം CPM പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയെന്ന ആരോപണം കണ്ണൂർ SP അന്വേഷിക്കും. തീരുമാനം SFI നേതാവ് DGPക്ക് നൽകിയ പരാതിയെ തുടർന്ന്. ട്വിറ്ററിൽ വ്യാജ വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ പോലീസ് നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് കോടിയേരി. കണ്ണൂരിൽ വേണ്ടത് രാഷ്ട്രീയവും ഭരണപരവുമായ ഇടപെടൽ. അസ്പ നടപ്പിലാക്കിയാലുള്ള ദോഷഫലങ്ങളെക്കുറിച്ച് സമൂഹം ബോധവാന്മാരാകണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. എന്നാൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി കുമ്മനം രാജശേഖരൻ. CPM-ന്റെ ആഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത്. കേസെടുത്താൽ ജയിലിൽ പോകാൻ തയ്യാറെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. സ്വാശ്രയത്തിൽ കലങ്ങി സഭാതലം. സ്വാശ്രയ മെഡിക്കൽ ഫീസ് വർധനയ്ക്കെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. പ്രവേശന ഫീസ് ഉയർത്തിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. സ്വാശ്രയ കൊള്ളയുടെ 2ാം സീസൺ ആരംഭിച്ചെന്ന് VT ബൽറാം MLA. സ്വകാര്യ കോളേജുകൾക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അതേസമയം നീറ്റ് നിലവിലുള്ളതിനാൽ 2 തരം ഫീസ് ഏർപ്പെടുത്താനാകില്ലെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. നിശ്ചയിച്ചത് റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ച ഫീസെന്നും വിശദീകരണം. മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തിയില്ലെന്നും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷം. ലോകം വൈറസ് ഭീതിയിൽ. ലോകത്തെ ഞെട്ടിച്ച റാൻസംവെയർ ആക്രമണത്തിന് പിന്നിൽ ഉത്തര കൊറിയൻ അഭ്യൂഹം. അപകടകാരിയായ വാനാക്രൈ വൈറസിന്റെ ചില ആദ്യകാല പതിപ്പുകൾ ഉത്തര കൊറിയയിലെ പ്രമുഖ ഹാക്കിംഗ് ഗ്രൂപ്പായ ലസാരസിന്റെ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടെന്ന് സാങ്കേതിക വിദഗ്ധർ. അതിനിടെ വാനാക്രൈ ആക്രമണം കൂടുതൽ രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പുമായി സൈബർഡോം. അടുത്ത ഘട്ടത്തിൽ കമ്പ്യൂട്ടർ ഡേറ്റയിൽ തിരിമറി നടന്നേക്കാം. മൊബൈൽ ഫോണിനെ ബാധിക്കുന്ന റാൻസംവെയർ പടരാൻ സാധ്യതയെന്നും മുന്നറിയിപ്പ്. ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് ബാങ്കുകളിലും വിമാനത്താവളങ്ങളിലും നിരീക്ഷണത്തിന് പ്രത്യേക സംഘം. വിൻഡോസിൽ പ്രവർത്തിക്കുന്ന ATM-കൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തിയ ശേഷം മാത്രമേ തുറക്കാവൂ എന്ന ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം. ആഗോളതലത്തിലെ റാൻസംവെയർ ആക്രമണം നടന്ന 99 രാജ്യങ്ങളിൽ ഇന്ത്യ 1ാമതെന്നും വിവരം. നിലവിൽ നടക്കുന്നത് ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ സൈബർ ആക്രമണമെന്നും സാങ്കേതിക വിദഗ്ധർ. വിധിക്ക് കാതോർത്ത്. കുൽഭൂഷൺ ജാദവിന്റെ വധശിക്ഷയിൽ രാജ്യാന്തര കോടതിയുടെ വിധി ഇന്നുണ്ടായേക്കും. ഇരു രാജ്യങ്ങളുടെയും വാദം പൂർത്തിയായ സാഹചര്യത്തിൽ കേസിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടെന്ന് അന്താരാഷ്ട്ര കോടതി. ജാദവ് കേസിൽ പാകിസ്ഥാന്റേത് വിയറ്റ്നാം കരാർ ലംഘനമെന്ന് ഇന്ത്യയും കരാർ ലംഘിച്ചിട്ടില്ലെന്ന് പാകിസ്ഥാനും. കേസിൽ പാക് സർക്കാരിന് തിരിച്ചടിയായത് ജാദവിന്റെ കുറ്റസമ്മത മൊഴിയുടെ വീഡിയോ പ്രദർശിപ്പിക്കാനുള്ള നീക്കം അന്താരാഷ്ട്ര കോടതി തടഞ്ഞത്. 2016 മാർച്ചിൽ കുൽഭൂഷണെ പാകിസ്ഥാൻ ഇറാനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നും അറസ്റ്റ്, കുറ്റപത്ര സമർപ്പണം, വിചാരണ എന്നിവ നിയമപ്രകാരമായിരുന്നില്ലെന്നും ഇന്ത്യ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ്. പ്രധാന വാർത്തകൾ ഇനി 5:30. നമസ്കാരം.